കമ്മ്യൂണിറ്റി ഫാർമസിയിൽ അത്യാവശ്യ മരുന്നുകൾ കിട്ടാതെ വലഞ്ഞു രോഗികൾ. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ പോലും ഫാർമസിയിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് പരാതി. മാസങ്ങളായിട്ടും മരുന്ന് ക്ഷാമത്തിന് പരിഹാരം കാണാതെ ആരോഗ്യവകുപ്പ്. നിർധനരായ രോഗികൾ വില കൂടിയ മരുന്നുകൾക്കായി സ്വകാര്യ മരുന്ന് ഷോപ്പുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക തുക വൈകുന്നതാണ് മരുന്ന് ക്ഷാമത്തിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. സാധാരണക്കാരെ ആശ്രയിക്കുന്ന കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ അത്യാവശ്യ മരുന്നുകൾ ഇല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ ഉള്ളതിനേക്കാൾ 50% വിലക്കുറവുണ്ട് കാരുണ്യ മെഡിക്കൽ ഷോപ്പിലെ മരുന്നുകൾക്ക്. എന്നാൽ മരുന്നിനായി ഫാർമസിയിൽ എത്തുന്നവർ മുഴുവൻ മരുന്നുകൾ ലഭിക്കാതെ നിരാശയോടെ മടങ്ങുകയാണ്. 5 മണിക്കൂർ 4 മരുന്നും മേടിക്കും. അവിടെ ക്യൂ ഇരുന്നു, അവിടെ കൗണ്ടർ പോയിട്ട്. ഇത് ഇൻഷുറൻസിൻ്റെ മരുന്നാണ്. ഇത് ഇവരിപ്പോൾ പറയുന്നത് പുറത്ത് പോയി വാങ്ങാമെന്നാണ് പറയുന്നത്. പുറത്ത് ഇവിടെ നമ്മൾ അറിയാത്ത ആൾക്കാർ. എൻ്റെ സ്ഥലം ലക്ഷദ്വീപാണ്. ഞാൻ ഇന്ന് വന്നിട്ട് 10 ദിവസം ഇവിടെ വന്നിട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഈ ഒരു മരുന്നും മേടിക്കുക എത്ര പ്രാവശ്യം ഞാൻ ഓടി ഇറങ്ങി നടക്കുക. അതുപോലെ ഞാൻ മാത്രമല്ല, പാവപ്പെട്ട ആൾക്കാർ, പാവപ്പെട്ട പെണ്ണുങ്ങൾ, അറിയാത്ത ആൾക്കാർ ഈ ബിൽഡിങ്ങും ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ഈ മരുന്നും മേടിക്കും, പല മരുന്നും മേടിക്കും. കാരുണ്യ ഫാർമസിയിൽ നിന്നും ലഭിക്കാത്ത മരുന്നുകൾ അമിത വില നൽകി സ്വകാര്യ മരുന്ന് ഷോപ്പുകളിൽ നിന്ന് വാങ്ങേണ്ട സാഹചര്യമാണ് നിലവിൽ. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളും ഡയാലിസിസ് രോഗികളും കാരുണ്യ ഫാർമസിയിൽ നിന്നും മരുന്ന് ലഭിക്കാത്തതോടെ ഇരട്ടി തുക ചെലവഴിച്ചാണ് മരുന്നുകൾ വാങ്ങുന്നത്. പ്രമേഹ രോഗികൾക്ക് നൽകുന്ന അടിസ്ഥാന മരുന്നായ ഇൻസുലിൻ പോലും കാരുണ്യ ഫാർമസിയിലില്ല. ഞങ്ങളോട് ഇവിടെ ഈ കാരുണ്യ ഇൻഷുർ ഉണ്ടെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിവിടെ അഡ്മിറ്റ് ആവാൻ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞത് കാരുണ്യയിൽ മരുന്നും കാര്യങ്ങളൊന്നും കിട്ടണില്ല. അപ്പോൾ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ കയ്യിൽ കാണണം, എങ്കിലേ നിങ്ങൾക്ക് അഡ്മിറ്റ് ആവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നിട്ട് അഡ്മിറ്റ് ആവാതെ തിരിച്ചു പോയി. കാരണം പെട്ടെന്ന് ഞങ്ങൾക്ക് അത് പറഞ്ഞപ്പോൾ അത്രയും പൈസ നമ്മളെ കൊണ്ട് ആവില്ല. എല്ലാം ഇൻഷൂറിൽ കിട്ടാനായിട്ടാണ് ഇവിടെ വരുന്നത്. 3 സ്ഥലത്ത് നമ്മൾ കയറി ഇറങ്ങുമ്പം ചിലപ്പോൾ ഒരു ദിവസം ഒരു 140 രൂപയുടെ മരുന്ന് അല്ലെങ്കിൽ 150 രൂപ മാക്സിമം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ 350, 360 അല്ലെങ്കിൽ 400, 500 രൂപയുടെ മരുന്ന് പുറമേ നിന്ന് നമ്മൾ വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. 3-ാമത്തെ ദിവസമായി വരുന്നത്. അപ്പോൾ അവിടെ ഇല്ലയെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ സീലൊക്കെ വച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നാണ് പറയുന്നത്. മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക തുക വൈകുന്നതാണ് മരുന്ന് ക്ഷാമത്തിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. ആയിരക്കണക്കിന് രോഗികൾ ഒരേ ദിവസം ചികിത്സ തേടിയെത്തുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ അവശ്യ മരുന്നുകൾ ലഭ്യമല്ലെന്നും ആക്ഷേപമുണ്ട്. നിർധനരായ രോഗികൾക്ക് ആശ്വാസമാകേണ്ട കാരുണ്യ ഫാർമസിയിൽ ആവശ്യത്തിന് പോലുമില്ല മരുന്നുകളില്ല. മരുന്നുകൾക്കായി എത്തുന്നവരെ മടക്കി അയക്കുകയാണ് ഇവിടുത്തെ ജീവനക്കാർ. ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.